ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എങ്ങോട്ടാ പോകണമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ 3-ാം തീയതി ശനിയാഴ്ച രാത്രി നല്ലടത്തേക്ക് പോകാൻ കേട്ടോ. അവിടെ 4-ാം തീയതി ഞായറാഴ്ച അമ്മായിമ്മ സൽക്കാരാണ്. 2 വീട്ടിൽ നിന്നും 2 മക്കളെ വീട്ടിൽ നിന്നും സൽക്കാരാണ്. അപ്പം അതിന് വേണ്ടി പോകും. അപ്പം പോയി വർത്താനക്കാരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഹെൽപ്പ് ചെയ്തൊക്കെ പോരാന്ന് വിചാരിച്ച് പോരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി നമ്മൾ മക്കളില്ലേനും മക്കൾക്ക് ഒരു സൽക്കാരം ഉണ്ടേനും പോലെ അതിന് പോയി ബിനി താത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ബിനി അവർക്ക് പണി ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെമ്മിയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ചെമ്മിയൊക്കെ തൊളിച്ച് ബിനി നമുക്കുള്ള രാത്രി ഫുഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിയും കറി അതൊക്കെ അതിൻ്റെ ഇടയിലോളാക്കി ഒരു കേക്കൊക്കെ ആക്കി വെച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്കിൻ്റെ പണി തുടങ്ങാൻ. ഇതൊരു മിനി ഡ്രീം കേക്ക് ഉണ്ടാക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സൽക്കാരത്തിൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു സൈഡായിട്ട് ഒരു മധുരമൊക്കെ കൊടുക്കുമല്ലോ, പുഡിങ്ങായിട്ടും സലാഡായിട്ടും ഐസ്ക്രീം അതുമാതിരി കസ്റ്റാർഡൊക്കെ ആയിട്ട്. അതിന് പകരം വലിയ ചിന്തയിൽ നിന്ന് ഉദിച്ചുണ്ടാക്കുക കേട്ടോ. എന്താക്കണം എന്നൊരു തല പുകഞ്ഞ് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയൊരിതാണ്. കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിങ്ങാണ്ട് അതിൽ എയറാക്കിയാണ്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഇതിൽ അളവിൽ കട്ട് ചെയ്തങ്ങാണ്ട് ഒരു ഡബ്ബയിലാക്കുകയാണ് കേട്ടോ. അത് നമ്മൾ മന്തിക്കൊക്കെ മയോണൈസും ഇതൊക്കെ വാങ്ങണ ആ ഡബ്ബ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ആ ഡബ്ബയ്ക്ക് കണക്കാക്കി കുപ്പി ഗ്ലാസിൻ്റെ കട്ടത്തിന് വട്ടത്തിൽ മുറിച്ചെടുത്തത് കേട്ടത്. വിപ്പിംഗ് ക്രീം അടിക്കേണ്ട അതിൻ്റെ ഇടയിൽ പുഡിങ്ങിനുള്ള പാലൊക്കെ ആക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് വെച്ചുങ്ങാണ്ട് അങ്ങനെ 400 ബോട്ടിൽ വാങ്ങിയിട്ട് 400 ഡബ്ബ വാങ്ങിയിട്ട് 200 ഇതും 200 അതാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ ഒരു ടേബിൾ മേലൊക്കെ വെച്ചാൽ നിരത്തി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിലൊക്കെ ആക്കിയിട്ടും വിപ്പിംഗ് ക്രീമൊക്കെ റെഡി ആക്കേണ്ടതൊക്കെ അതിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഇതാക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാണ് കേട്ടോ. പിന്നെ റിസാനിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ബിനി പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ കേട്ടോളും. കേക്കും ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ എല്ലാവരും കൂടെ ഇതാവേണ്ടത് ബിനി പുഡിങ്ങിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. 3 ലെയറായിട്ടോ പുഡിങ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്ന് സ്ട്രോബെറിൻ്റെ, ഒന്ന് മാംഗോ ഫ്ലേവർ, ഒന്ന് പിസ്ത, അങ്ങനെ 3 ലെയറാക്കി ആയി തന്നെ ഒരു ഡബ്ബയിൽ തന്നെ ആക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടണം എന്നുള്ള ഒറ്റതാണ്. പിന്നെ നമ്മൾ കൊണ്ടുവച്ചാൽ കുട്ടികൾ തന്നെ തന്നെ എടുക്കും. അക്കുപ്പാണ് അങ്ങോട്ടാക്കി ആർക്കെ കിട്ടി വന്ന മെയിൻ ഗസ്റ്റാർക്ക് കിട്ടിയൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ എന്താ വിചാരിച്ചത് ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് അന്നേരം എടുത്തുങ്ങാണ്ട് നമ്മൾ ഓരോരുത്തർ കൈ കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഐഡിയ ആണ് എടുത്തത്. അപ്പോൾ ഇതാ പിന്നെ അങ്ങനെ വിപ്പിംഗ് ക്രീമൊക്കെ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ പണി വിനി എടുക്കുന്നുണ്ട്. ഇതാ പുഡിങ്ങിൻ്റെ പാക്കറ്റൊക്കെ അവിടെ പൊട്ടിച്ച് വെച്ചിന് കേട്ടോ. ലാസ്റ്റ് പുഡിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ 100 ആക്കാൻ പറ്റുള്ളൂ, 200 ആക്കാൻ പറ്റിയില്ല. എത്രയെന്നൊരു ഐഡിയ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മോഡലിലാക്കുന്നത്. അപ്പം പിന്നെ 1 മണിക്ക് അതിനകത്ത് ആരും പോയി നോക്കി ബാരുമോനെ എവിടെയും കിട്ടുമെന്ന് കിട്ടിയില്ല. അപ്പം പിന്നെ വരുന്നോലതാണ്ട് കയ്യട്ട് വെച്ച് 100 ആക്കി. ഇത് മാംഗോ ഫ്ലേവറിൻ്റെ അടുക്കുക. അപ്പം ഞാൻ അങ്ങനെ അവൾ എന്തെടുക്കും ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ പിന്നെ ഇതിനൊന്നും അങ്ങനെ തലട്ടിട്ടൊന്നുമില്ല. ഒക്കെ ഓരോ മക്കൾ തന്നെ ചെയ്തത്. ഞാൻ വീഡിയോർക്ക് അങ്ങനെ നിന്ന് അതന്നെ അങ്ങനെ അതാ വിപ്പിംഗ് ക്രീമൊക്കെ ആക്കി ഒക്കെ ഒന്ന് വൃത്തിക്ക് ലെവലാക്കി വെച്ചതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ഒരു ഇതിടാണ്ട് മണി ഒരു വൈറ്റ് കളറും ഒരു ചോക്ലേറ്റിൻ്റെ കളറുള്ള എന്തോ എന്നതിന് മക്കൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിനെപ്പറ്റൊന്നും വലിയ വശമില്ല. അപ്പോൾ അതൊക്കെ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തുങ്ങാണ്ട് ഇങ്ങനെ ഗാർണിഷ് ആക്കിയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചും കൊടുക്കുന്നുണ്ട്. അതോടെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ്. പക്ഷേ ആ പരിപാടി കഴിഞ്ഞെന്ന് പറയാൻ എളുപ്പമാണ് കേട്ടോ. മക്കൾ 4:30 മണിയൊക്കെയാണല്ലോ ഒന്ന് ഉറങ്ങുമ്പോൾ. പിന്നെ സനു ആണ് കേട്ടോ കേക്കിൻ്റെ മെയിൻ ആൾ. സനു കേക്കിൻ്റെ പേജൊക്കെ ഉണ്ട്. അവൾ കേക്ക് ഓർഡർ എടുത്ത് ഉണ്ടാക്കലിന്. സനു എന്ന് പറഞ്ഞാൽ ബാദുവിൻ്റെ പെണ്ണുങ്ങളാണ്. റിസാനു അത്യാവശ്യം ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ കേക്ക്. നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കുന്നത് നല്ല പെർഫെക്റ്റായി ഉണ്ടാക്കും. പിന്നെ കണ്ടിന്യൂ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പീഡപ്പിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഇതുള്ളൂ. അപ്പം ഇങ്ങനെ ഒക്കെ തുടങ്ങിയാൽ ഓളും ഇവർക്ക് ഉണ്ടാക്കുക വേണം ചെയ്യട്ടെ. നമ്മളിങ്ങനെ കളിയാക്കി കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അവിടെ ഒരു ബോർഡ് വെച്ച് ആക്കാന്നൊക്കെ പറഞ്ഞാണ്ട് ഇത് അങ്ങനെ ഗാർണിഷ് ഒഴിച്ചൊക്കെ കൊടുത്ത് ചുറ്റിച്ച് കൊടുക്കാൻ ഇട്ടാ. അപ്പം ബിനും കേക്ക് ഉണ്ടാക്കും. മാഷാ അല്ലാഹ് ബിനും ഡിസാനൊക്കെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുന്ന ആളാണ്. ഓരോ മക്കളെ ബർത്ത്ഡേ ഒക്കെ ഓലെ തന്നെ അധികം ഉണ്ടാക്കൽ. ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുങ്ങനെ വീട്ടിലൊക്കെ അതും ഉണ്ടാക്കും. ബാറിൻ്റെ വാതുവിൻ്റെ അങ്ങനെയൊക്കെ ഓരോ വീട്ടിൽ ഓരോ ബർത്ത്ഡേക്കൊക്കെ അങ്ങനെ ആക്കി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോ ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ അവർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെയ്താൽ വിജയിക്കുന്നതാണ് നമ്മൾ പറഞ്ഞപ്പോൾ. നമ്മൾ പറയും നമുക്ക് അവിടെ ഒരു ബോർഡ് വെക്കാമെന്നൊക്കെ. അങ്ങനെ ഇതാ അതിൻ്റെ മുകളിലൊക്കെ ഗാർണിഷൊക്കെ ഒഴിച്ചങ്ങാണ്ട് പിന്നെ അത് റെഡി ആയിട്ടാണ്. അപ്പം അതിനുള്ള സനക്കും പണിയുണ്ട്. സന ഇത് ചെയ്യാൻ പാത്രത്തിലേക്ക് ഇത് വെച്ചെടുത്തന്നെ ഈ റൗണ്ടിൽ കട്ട് ചെയ്തത് പാത്രത്തിൽ വെച്ചെടുത്തിട്ട് ഓള് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഷുഗർ ലാനൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ആ വീഡിയോ ഇവിടെ പോയി എന്നാവും ഞാൻ എടുത്തൊക്കെ ചെയ്തീനി. ഓളാണിട്ട് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എടുത്ത് പിന്നെ ആക്കണത്. അങ്ങനെ ഓളിങ്ങനെ ആക്കി വെക്കുന്നതിനനുസരിച്ച് വലിയ ഒരാൾ സന അതാക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒരാളേക്ക് വിപ്പിംഗ് ക്രീം ആക്കുന്നുണ്ട്, ഒരാളേക്ക് മണിമണി ആക്കുന്നുണ്ട്, പിന്നെ ആ ഗാർണിഷ് വയ്ക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് പിന്നെ ഉള്ളൊരു പരിപാടി ഇതാണ്. ഈ ചോക്ലേറ്റ് പൗഡർ ഒരു പൗഡറാണിത്, ഒരു കൊക്കോ പൗഡറാണോ അറിയില്ല. അത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് തരിച്ചങ്ങാണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞാൽ അതാ കാക്കണ്ടോ പിന്നെ ഇത് അടയ്ക്കുന്നത്. കാക്കനെ ഞാൻ അടച്ചോളാം അറിഞ്ഞാണ്ട് കാക്കയാണ് അത് അടയ്ക്കുന്നത്. അങ്ങനെ അതൊക്കെ അടച്ച് ഇതോടെ ഇതിൻ്റെ പണി കഴിഞ്ഞെന്ന് വെച്ചാൽ അത് തുടക്കത്തിൽ 2-3 അങ്ങനെ കഴിഞ്ഞ്
കഴിഞ്ഞ് ഇതോടെ എൻ്റെ വീഡിയോ നിർത്തി. പക്ഷെ മക്കൾ ഉറങ്ങുമ്പോൾ 4:30 അയക്കണം ഇട്ടാൽ മതി. മണവാട്ടികളാണെന്നും കൂടെ ഞങ്ങൾ ഓർക്കണം. മക്കൾ കട്ടക്ക് എല്ലാവരും കൂടെ നിന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും കട്ടക്ക് നിന്ന്. വയറുമോനൊക്കെ സാധനം വാങ്ങാനും ആവാനൊക്കെ അവന് കൂടുതലും അവന് എഫേർട്ട് എടുത്തിക്കണ്. എല്ലാവരും വാശിക്കുമ്പോൾ അതൊക്കെ കൂടെ നിന്ന് കേട്ടോ, അവനും ഉറങ്ങാതൊക്കെ ഒരുക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ നിന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി പോയി. പിറ്റേന്ന് രാവിലെ 9 മണിയാകുമ്പോൾ വന്നപ്പോൾ ഞാൻ വരുമ്പോൾ ഇത് അവിടെ വത്തക്ക ജ്യൂസ് അടിക്കുകയാണ്. സാനിയും ബായറും എൻ്റെ മുത്തച്ഛനും എത്തിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ ഞങ്ങളുടെ വത്തക്ക ജ്യൂസ് അടിക്കുകയാണ്. അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ പൊറാട്ട ഞങ്ങൾ കൊണ്ടുവന്ന് നിൽക്കുകയാണ് കേട്ടോ. ചായക്കുള്ള കറി ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ചിക്കൻ്റെ പാർട്സ് കൊണ്ടൊക്കെ ഒരു കറി ആക്കിയിരിക്കണേ. അപ്പോൾ നമ്മൾ വന്നിട്ട് ചായ അടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ തോലെ ഓരോ പണി കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെത്തി ഇപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതാ പണ്ടാരികളാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നത്, ഓരോ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഫ്രൈഡ് റൈസും ബീഫ് ബിരിയാണി, ചെമ്മീൻ ഫ്രൈ, ചിക്കൻ കടായി, മീൻ പൊരിച്ചത്, ഇതാണ് കേട്ടോ വിഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഓല് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ചായ കുടിക്കാനൊക്കെ ഇരുന്ന് ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ നിന്നതിട്ടാ. അപ്പം പിന്നെ ഇവിടെ ചോറ്ററയിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സനുവിൻ്റെ വാതുവിൻ്റെ പെണ്ണുങ്ങളെ അമ്മോന് വൈകുന്നേരം പോവുകയാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഒരു വേഗം എത്തിട്ട് 12 ഞാൻ എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. ടൈം നിങ്ങൾക്ക് വേഗം ഫുഡ് കഴിച്ച് പോകാൻ നിങ്ങളാരും കാത്തുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ചായ അടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഉണ്ടോ ലാസ്റ്റ് ഇതാക്കിയത്. ഇതിങ്ങനെ 2 ഡബ്ബയിലാക്കിയിട്ട് ഇത് ലെയറാക്കിയിട്ടാണ് പുഡിങ്ങിൻ്റെത് ആക്കിയത്. ഞാൻ പറഞ്ഞില്ല 3 ഫ്ലേവർ, സ്ട്രോബെറി, മാംഗോവും പിസ്തയും, ഇങ്ങനെ 3 ഫ്ലേവർ ആക്കിയിട്ട് ലെയറാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അതും ഇതും കൂടെ ഒപ്പരം ഇൻസുലേഷൻ്റെ അപ്പത്താണ്ട് അങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒട്ടിച്ച് സ്പൂണ് വരെ അതിന്മേൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എടുത്തോണ്ട് കൊടുത്താൽ മതി, അവർക്ക് എടുത്ത് തിന്നാൽ മതി, അവർക്ക് പണിയില്ല. പിന്നെ സ്പൂൺ അവിടെ ഒന്നും തരേണ്ട, സ്പൂണൊക്കെ കൈമുണ്ടാവും. അങ്ങനെ രീതിക്ക് ഇതാക്കിക്കണ്. അങ്ങനെ ഇവിടെ വന്നാലൊക്കെ എത്തിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ അലുവ ഉണ്ട് കേട്ടോ, ഒരു സ്പെഷ്യലായിട്ട് അലുവ കട്ട് ചെയ്ത് വെച്ചിട്ട് 3 ഫ്ലേവർ അലുവ, പിന്നെ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ വിനിയും ഡിസാനൊക്കെ ഓരോ വരവേൽക്കാൻ വേണ്ടി എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. പണി ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും. അപ്പോൾ ഒരു എത്തിയെന്ന് കേട്ടപ്പോൾ പിന്നെ നമ്മൾ ഇതാ ട്രയലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. വത്തക്ക ജ്യൂസാണല്ലോ. അപ്പോൾ അത് പിന്നെ താത്തിയും ഒരൊക്കെ വാടാതെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരെത്തിയപ്പോൾ ഓരോ പലഹാരപ്പെട്ടി ഉണ്ടാവില്ല, അങ്ങനെ ഒരു ആചാരം ഉണ്ടല്ലോ ഈ അമ്മായിമ്മ സൽക്കാരത്തിന്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലഹാരം കൊണ്ടുപോകല്. അപ്പോൾ അത് ഉണ്ടാകുന്ന പെട്ടിക്കാക്ക് എടുത്താണ്ട് അകത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ ഒരു വന്ന് അവർക്കൊക്കെ വെള്ളം കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഫുഡ് കഴിക്കാനൊക്കെ ഇരുത്തി ഓരോക്കെ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ സനൻ്റെ അടുത്തൊരു എത്തിയിട്ടില്ല. ഒരു പിന്നെ ഇതിലേക്ക് എത്താൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണ ഗതിയിൽ 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ അങ്ങനെ വരുന്നവരെ എത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് കോഴിക്കോട്ടാൽ ഒന്നും കൂടെ ലേറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ഭാഗത്തുള്ള നമ്മുടെ ഈ ഭാഗത്തുള്ള പോലെ അല്ല. അങ്ങനെ ഓരൊക്കെ തന്നെ ഫുഡ് കഴിക്കാനിരുത്തി. എന്നിട്ട് വേണം അമ്മ പോകണോണ്ടാണ് ഇവർ ഇത്ര നേരത്തെ എത്തിയത് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ കൂടെ അത്യാവശ്യം നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റുകളും ഓരോക്കെ ഇരുത്തി 80 സീറ്റാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കോലി ഇരുത്തി. അത് കഴിഞ്ഞ് വന്നപ്പോൾ അത് അലുവ, പിന്നെ അവിലുള്ള അലുവ, കറുത്ത അലുവ, ഇളന്നി അലുവ, അത്തിപ്പത്തിൻ്റെ അലുവ, അങ്ങനെ 4 അലുവയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ എത്തിച്ചത്. അപ്പോൾ നമ്മളവിടുന്ന് ചീരാമുളകിൻ്റെ കാന്താരീൻ്റെ ഒരു അലുവൊക്കെ ഉണ്ട് ഒരിടത്ത്. പിന്നെ അങ്ങനെ പെപ്സി, 7up, സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ 3 ഡ്രിങ്ക് ഉണ്ട്. പിന്നെ ഒരു സാനി പിന്നെ ബിനിയൊക്കെ ഓരുണ്ടാക്കിയ ഓരോ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചുണ്ടാക്കിയൊരു സംഭവമാണിത്. പ്രത്യേകം അവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കിക്കോട്ടോ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഇതുണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറയേണ്ടി ഞാൻ സനുവിനെ കൊണ്ട് ആക്കിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പോയതിൻ്റെ ശേഷം കുറച്ച് വെയിറ്റ് ചെയ്താലാണ് കേട്ടോ സനൻ്റെ അടുത്ത് ഒരു വന്നത്. അങ്ങനെ ഒരു വന്നവർക്ക് വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല തോന്നുന്നത്. പിന്നെ അങ്ങനെ കഴിഞ്ഞാൽ ഓരോക്കെ ഫുഡ് കഴിക്കാനത്തെ ആ കൂടെ തന്നെ ഞങ്ങളും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന്. പിന്നെ ഞങ്ങളും ആ കൂടെ തന്നെ ഇരുന്നിട്ട് സീറ്റ് ഉണ്ടല്ലോ. ഒരു അത്യാവശ്യം ആളുകൾ ഒരു വന്നിട്ട് കണ്ടമാനം ആളുകളൊന്നുമില്ല. അതിൻ്റെ നമ്മളെ വിനീൻ്റെ പുതിയാപ്പിള സുബൈറാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് പിന്നെ അവൻ്റെ 2 കൈ കൊണ്ടൊക്കെ ഇത് കാട്ടുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചോറ് അവിടെ വെച്ചിട്ട് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇത് താത്തൻ്റെ അയൽവാസിൻ്റെ മുറ്റാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ പന്തലിട്ടത് ഭക്ഷണം കഴിക്കാനുള്ള. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ അതിലാക്കുക. ചോറൊക്കെ വിളമ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടോ. ചോറിപ്പൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കെട്ടാണ് താത്താരൊക്കെ ഇരിക്കുന്നത്. ബായു താത്താരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഒരാളത് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. എന്താ ഒറ്റയായോ? എന്താ ഒറ്റക്ക് തിന്ന് പറയൂ. അങ്ങനെ പിന്നെ ബാധു ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞതാണ്. പിന്നെ മക്കളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. എനിക്കൊക്കെ അവിടെ നിന്ന് ഉറങ്ങുന്ന മക്കളൊക്കെ അവിടെ നിന്ന് ഫോണാണ്. ഇവിടെ AC ഉണ്ട് കേട്ടോ ഹാളിൽ. അപ്പോൾ മക്കൾക്ക് കിടക്കാൻ നല്ല സുഖമുണ്ട്. ഇവിടെ AC ഹാളിലിട്ടാൽ 2 റൂമൊക്കെ എത്തുമല്ലോ വെച്ച് താഴത്ത് ഇങ്ങനെ ഒരു AC യും മേലെ 3 റൂമിലെ 3 AC ആണുള്ളത്.
അപ്പോൾ അങ്ങനെയിട്ട് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതാ പലഹാരപ്പെട്ടിയെ കൊണ്ടുവന്നു 2 സ്ഥലത്തുനിന്നും. അപ്പോൾ അതൊക്കെ ഇക്കാക്ക പോണതിന് മുന്നേ നമ്മൾ പോണതിന് മുന്നേ കട്ട് ചെയ്യാണ്. പ്രത്യേകിച്ച് ഇക്കാക്ക പിറ്റേന്ന് ഞായറാഴ്ച ആണല്ലോ പരിപാടി, തിങ്കളാഴ്ച വൈകുന്നേരം ഇക്കാക്ക പോവുകയാണ്. അപ്പോൾ ഇക്കാക്ക അങ്ങനെ പോവുക ഓരോ ചുറ്റിലെ കണ്ട് നമ്മൾ പോവുക, ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ താത്ത പിന്നെ സമ്മതിച്ചില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാം, ഒന്ന് ലെവലാക്കണം, ഫുഡ് കഴിച്ചുകൊണ്ട് എല്ലാവർക്കും കൊണ്ടാണ്ട് പോവാം, പിന്നെ ഉള്ളത് തിന്നുങ്ങാണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താത്ത അങ്ങനെ പിടിച്ചേക്കുക. അപ്പം പിന്നെ ഏതായാലും ഇന്നത്തെ കണ്ട് കട്ട് ചെയ്ത് ആക്കാച്ച് പോകും, നിങ്ങൾ എല്ലാവരും പോയതോടെ കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 കൂട്ടരോടൊന്നും ഉണ്ടല്ലോ. ദൂരെയൊക്കെ എന്നാണ് ഭയങ്കര ഇതൊക്കെ എടുത്ത് ഒഴിവാക്കണം ഈ ആചാരങ്ങൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതായി വർണ്ണക്കള്ളാസ് ഉള്ളത് സനൻ്റെ ഒരു നട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. ഒരു 2 പെട്ടി അങ്ങനെയാണ്, മറ്റേത് മറ്റേ സെൽക്കുമാണ് കേട്ടോ, സാധാ പെട്ടിയാണ്. അതിൽ അലുവ 2 കൂട്ടരൊന്നും അലുവ, പിന്നെ ജാഗിരി, സ്പഞ്ച്, ചിപ്സ്, പിന്നെ ലഡു, അങ്ങനെ പല ഐറ്റങ്ങൾ പലഹാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് സനൻ്റോടുന്ന് നെയ്യപ്പും സനുവിൻ്റോടുന്ന് ചട്ടിപ്പത്തിരിയാണ്. പിന്നെ സനുവിൻ്റോടുന്ന് പിന്നെ ഇതും ഉണ്ട് കേട്ടോ, പഴക്കൽ, നാടൻ പഴക്കലുണ്ട്. ആ പഴക്കലിൻ്റെ ഒരു വയലിൻ്റെ 3/4 ഭാഗവും പെങ്ങൾ കാക്കനെ സൽക്കരിച്ച് കാക്ക കൊണ്ടുപോയി അതുകൊണ്ട് കാക്ക പഴത്തിൻ്റെ ആളാണ്, നാടൻ പഴം കിട്ടിയാൽ മതി അതിൻ്റെ ആളാണ്. അപ്പം പിന്നെ അത് കാക്കക്ക് പിറ്റേന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ്. അത് പച്ചക്കായാണ് കൊണ്ടുവന്നത്, പിറ്റേന്നൊക്കെ ഒരു മിതമായ പഴുപ്പായിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് അതും കുറച്ച് കായത്തതും കാക്ക കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അത് ഊരിക്കലും കീസൊക്കെ കൊണ്ടുവന്നാണ്ട് പിന്നെ എത്രയോ കീസുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും അത് ഊരിച്ച് കവറുകളാക്കി കാക്കിയും കുട്ടികളും വാശിക്കും ഒക്കെ കൂടെ കുടിങ്ങാണ്ട് കവറുകളാക്കി. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങൾ ചോറ് കൊണ്ടുവന്ന് കണ്ടു. എന്നിട്ട് നെയ്യപ്പം ചോറ് കൊണ്ടുവന്ന് നിൽക്കുകയാണ്, കുട്ടികൾക്കുള്ള ചോറ്. അത് ഇവിടെ നിന്ന് നെയ്യപ്പം തിന്ന് കുറച്ച് ചട്ടിപ്പത്തി തിന്ന് കുറച്ച് പലഹാരം തിന്ന് അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ ഇങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് വിശപ്പൊന്നുമില്ല. നമ്മൾ കുറേ വെള്ളവും ചായയൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കുടിച്ച്. അപ്പോൾ പിന്നെ അതൊന്നും കിട്ടില്ല. ഞങ്ങൾ പിന്നെ ഇതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്നുട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ ഉള്ള കൂട്ടുകാരനെങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും.